81ാമത്തെ ചോദ്യം 4/3 ഹരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് പ്ലസ് ആണോ ഹരണചിഹ്നാണോ എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഇവിടെ ഹരണചിഹ്നാണ്. പിന്നെ 4 + 2/3 വില കാണുക. അപ്പം ഞാൻ ചോദ്യം എടുത്ത് എഴുതിയിട്ടുണ്ട് ആദ്യ വരിയിൽ. പിന്നെ അടുത്ത വരിയിൽ നമുക്കറിയാം ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം ഹരണം ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഹരണചിഹ്നം മാറ്റിയിട്ട് ഞാൻ 4നെ 3ന്റെ താഴോട്ടേക്ക് കൊണ്ടുവന്നു. 4/3 × 4 എന്ന് എഴുതി +2/3. ഇനി ഈ 4നെയും 4നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, വെട്ടിപ്പോകും. അപ്പൊ ബാക്കി അവിടെ ഉണ്ടാവുക 1/3 ആണ്. +2/3 എന്ന് വരും. മൂന്നാമത്തെ വരിയിൽ കാണാം. ഇനി അവസാനത്തെ വരിയിൽ കാണാം. ഈ നമുക്കറിയാം ഛേദങ്ങൾ രണ്ടും തുല്യമാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ഒരു ഛേദമാക്കി എഴുതാൻ പറ്റും. അപ്പൊ 1+2 / 3 എന്ന് എഴുതിയാൽ ലാസ്റ്റ് വരിയിൽ, അതായത് 1+2 3 ആണ്. അപ്പൊ 3/3. അപ്പൊ ഉത്തരം 1, ഓപ്ഷൻ എ ആണ്. 82ാമത്തെ ചോദ്യം, മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15ാമതും മുന്നിൽ നിന്നും 16ാമതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? അപ്പൊ ഇത് നമുക്കൊരു ചിത്രം വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നെഗറ്റീവും ബ്രാക്കറ്റൊക്കെ ഇടുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഉത്തരം വരും. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. തുടക്കമുണ്ട് ഒടുക്കമുണ്ട് വരിയിൽ. അതിൽ നടുക്ക ഒരു എം എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് മയൂഖന്റെ സ്ഥാനം. ഏകദേശം നമ്മൾ എഴുതിയതാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിന്റെ അകത്ത് പിന്നിൽ നിന്ന് 15ാമത് എന്ന് പറയുമ്പോൾ, അതായത് മയൂഖയ്ക്കും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആൾക്കും പിന്നിൽ നിൽക്കുന്ന ആളും, അപ്പൊ ഇതില് നമുക്ക് ചിത്രം വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്, ഇക്വേഷൻ കറക്റ്റ് ഓർമ്മയില്ലെങ്കിൽ. അപ്പൊ ഞാൻ ആദ്യം വരച്ചൊരു ചിത്രം നോക്കുക. ഒരു ലൈൻ നീളത്തിൽ വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് 3 വര വരയ്ക്കുക. അതിൽ ആദ്യത്തെ കുട്ടി ഉണ്ട്, അവസാനത്തെ കുട്ടിയുണ്ട്. അതിന്റെ ഇടയിലായിട്ടാണ് എം എന്ന് പറഞ്ഞിട്ട് മയൂഖനെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഈ എമ്മിനും അവസാനത്തെ കുട്ടിക്ക് ഇടയിൽ 14, അതായത് അതിൽ 14 ആൾക്കാരുണ്ട് എന്നാണ്. മയൂഖന്റെ പിറകിൽ 14 ആളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അവസാനത്തെ കുട്ടിയടക്കം 14 പേര് മയൂഖയ്ക്ക് ശേഷം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മയൂഖയും കൂടി കൂട്ടുമ്പോഴാണ് 15ാമത്തെ കുട്ടിയായിട്ട് മയൂഖ വരുന്നത് പിറകിൽ നിന്ന്. ഇനി മൂന്നാമത്തെ ചിത്രത്തിന്റെ അകത്ത് എന്താണ്, മുന്നിൽ നിന്ന് 16ാമത് എന്നാ പറയുന്നത് മയൂഖ. അപ്പൊ അതിന് അതായത് മയൂഖന്റെ മുമ്പിൽ 15 പേരുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി ഈ 15 + എം എന്ന് പറഞ്ഞാൽ മയൂഖേനെയും കൂട്ടണം, പ്ലസ് പിന്നെ മയൂഖിന് പിറകിലുള്ള 14 പേരും കൂട്ടിയാൽ ആകെ വരിയിലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ 15 + 1, അതായത് 1 പറയുന്ന മയൂഖേനെ കൂട്ടിയതാണ്, പ്ലസ് മയൂഖിന്റെ പിറകിലുള്ള 14. അങ്ങനെ ആകെ 30 പേരാണ് വരിയിലുള്ളത്. ഓപ്ഷൻ ബി 30. 83, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ശ്രേണിന്റെ അതായത് അടുത്ത സംഖ്യ ഏതെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം അത് അധികം ഡിലീഷനൊക്കെ പോകാറുണ്ട് പല ക്വസ്റ്റ്യൻസും. ഇതിന്റെ അതൊരു കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് അവസാനം ചെയ്താൽ മതി, സമയം കളയണ്ട. അപ്പൊ എന്തായാലും ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 4, 10, 28, 82. അടുത്ത സംഖ്യ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ എന്താ ബന്ധം ഉണ്ടോ നോക്കാം. 4നോട് 6 കൂട്ടുമ്പോഴാണ് +6 ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്. 10നോട് +18 ചെയ്യുമ്പോഴാണ് 28 കിട്ടുന്നത്. 28നോട് +54 ചെയ്യുമ്പോഴാണ് 82 കിട്ടുന്നത്. ഇനി ഈ 6ഉം 18ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെ, ഈ 6നോട് 3 ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്. അതുപോലെ 18നോട് 3 ഗുണിക്കുമ്പോഴാണ് 54 കിട്ടുന്നത്, അല്ലെ. അപ്പൊ ഈ ഒരു ബന്ധം വെച്ചിട്ട് നമുക്ക് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോ 54നോട് 3 ഗുണിച്ചാൽ എത്രയാ കിട്ടുക? 162 കിട്ടും. ഈ 162നെ 82നോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 82ന് ശേഷം വരുന്ന അടുത്ത സംഖ്യ നമുക്ക് കിട്ടും. അത് 244 ആണ്. ഓപ്ഷൻ ബി. ഇനി 84 ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ സി ആണ് ഉത്തരം. കാരണം സംസ്ഥാനത്തിനുള്ളിലാണ് ഒരു ജില്ല വരുന്നത്, ജില്ലക്കുള്ളിലാണ് ഒരു പഞ്ചായത്ത് വരുന്നത്, പഞ്ചായത്തിനുള്ളിലാണ് ഒരു വീട് അല്ലെങ്കിൽ വീട്ടു നമ്പർ വരുന്നത്. 85 ഓസ്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബുക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓസ്കാർ എന്ന് പറയുന്ന സിനിമാ വിഭാഗത്തിൽ നൽകുന്ന ഒരു അവാർഡാണ്. അതുപോലെ ബുക്കർ എന്ന് പറയുന്നത് ഒരു അവാർഡാണ്. അത് ഏത് വിഭാഗത്തിലാണ് നൽകുന്നത്? സാഹിത്യം. ഓപ്ഷൻ എ. ഇനി 86 10ന്റെ സ്ക്വയർ 100. അപ്പൊ 100ന്റെ സ്ക്വയർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ ബി 10,000 ആണ് വരിക. ഓക്കെ, സ്ക്വയർ ചെയ്യുമ്പോൾ 0ന്റെ എണ്ണം ഡബിൾ ആവും. ഓക്കെ, 10ന്റെ 100 2 0, 100ന്റെ അപ്പൊ 4 0 ഉള്ളത്. ഓപ്ഷൻ ബി 10,000.
87 വ്യത്യസ്തമായത് ഏത്? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ത്രികോണം 3 വശങ്ങളിലുള്ളതാണ്. ബാക്കി ചതുരമായാലും സാമാന്തരികമായാലും ലംബകമായാലും 4 വശമുള്ള ഒരു രൂപമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒറ്റയാന്ന് പറയുന്നത് ത്രികോണമാണ്. അപ്പൊ നിങ്ങൾക്ക് ചതുരം അറിയാം, അതിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്, സാമാന്തരികത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്, പാരലലോഗ്രം എന്ന് പറയും, ലംബകം ട്രപ്പീസിയം അതിന്റെ ചിത്രവും വരച്ചിട്ടുണ്ട്. 88 മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ ഇതിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതിയത് ആദ്യം നോക്കാം. മകളുടെ വയസ്സ് M എന്ന് എഴുതി, അതുപോലെ സുനിതയുടെ വയസ്സ് S എന്ന് എഴുതി. ഇനി അവർ പറഞ്ഞ പ്രകാരം ആദ്യം ഒരു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സുനിതയുടെ വയസ്സ് ഈക്വൽ ടു മകളുടെ വയസ്സിന്റെ 5 മടങ്ങ്, മകളുടെ വയസ്സ് ഇൻറ്റു 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എന്താക്കി എഴുതണം? മകളുടെ വയസ്സ് എത്രയാണെന്ന് അവിടെ എഴുതി വെക്കണം. മകളോട് ഇപ്പോഴുള്ള വയസ്സിനോട് 2 വയസ്സ് കൂട്ടണം, M+2. അതായത് സുനിതയ്ക്ക് 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടും, അതായത് S+2 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കണം. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 എന്ന് പറയുന്നുണ്ട്. അപ്പം M+2 പ്ലസ് S+2 അതാണല്ലോ അവരുടെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സുകൾ തമ്മിലുള്ള തുക ഈക്വൽ ടു 40. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചു. ഇനി വലതുവശത്ത് എഴുതിയ മുകളിലുള്ള വരി നോക്കുക. ഇതിനൊന്ന് വൃത്തിയിൽ എഴുതി വെക്കുക. അതായത് ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസിന് പകരം നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ S ഈക്വൽ ടു 5M അല്ലെങ്കിൽ M×5 എന്ന് എഴുതിയില്ലേ, ആ 5M ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിലെ എസിന് കൊടുക്കുകയാണ്. അപ്പം വലതുവശത്തേക്ക് നോക്കുക, M+2 പ്ലസ് 5M ബ്രാക്കറ്റിൽ എഴുതിയിട്ട് പ്ലസ് 2 ഈക്വൽ ടു 40 എന്ന് എഴുതി. ഇനി M-ഉം 5M കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 6M ആവും, പ്ലസ് 2ഉം 2ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 4 ആവും, ഈക്വൽ ടു 40 എന്ന് എഴുതി. 4 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 40 - 4 36 ആവും. ഓക്കെ, ഈക്വൽ ടു 6M എന്ന് വരും. ഈ 6M-ന്റെ 6നെ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 36/6 വരും. അപ്പം ഉത്തരം M ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, അത് മകളുടെ വയസ്സാണ് M എന്ന് പറയുന്നത്, അതല്ല നമ്മുടെ ഉത്തരം. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മകളുടെ വയസ്സല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സുനിതയുടെ വയസ്സാണ് അല്ലെ. അപ്പം ഈ M-ന്റെ വാല്യൂ 6 നമ്മൾ എവിടെ കൊടുക്കണം? ഫസ്റ്റ് ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കുക. M-ന് പകരം 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 6 × 5 30 എന്ന് വരും അല്ലെ. അതാണ് സുനിതയുടെ വയസ്സ്. S ഈക്വൽ ടു അപ്പം ഈ 6 എന്ന് എഴുതിയ അപ്പൊ മകളുടെ വയസ്സ് M ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ M-ന്റെ വാല്യൂ 6 നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കുക. S ഈക്വൽ ടു M×5. M-ന് പകരം 6 കൊടുക്കുമ്പോൾ 6 × 5 എന്ന് വരും. അപ്പൊ 30 എന്ന് ഉത്തരം വരും. അതാണ് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോ ഓപ്ഷൻ സി 30 ഉത്തരം. ഇനി 89ാമത്തെ ചോദ്യം, ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? അപ്പൊ ഞാൻ ആ ചോദ്യം അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ടേമും CXB എന്ന് പറയുന്ന ഒരു ടേമാണ്, EVD എന്ന് പറയുന്ന ഒരു ടേമാണ്, GTF എന്ന് പറയുന്ന ഒരു ടേമാണ്. അങ്ങനെ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പം ഓരോ ടേമിന്റെയും ആദ്യത്തെ അക്ഷരം എടുക്കുക. CEG അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? C കഴിഞ്ഞിട്ട് B ഒഴിവാക്കിയിട്ട് അടുത്ത അക്ഷരാണ് E അല്ലെ. അതുപോലെ E കഴിഞ്ഞിട്ട് F ഒഴിവാക്കിയിട്ട് അടുത്ത അക്ഷരാണ് G അല്ലെ. അപ്പൊ G കഴിഞ്ഞിട്ട് അടുത്തത് H ആണ്. H-നെ ഒഴിവാക്കിയിട്ട് വരുന്നത് ഏതാണ്? I. അപ്പൊ I ആണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ആദ്യം വരുന്നത് നാലാമത്തെ ടേമിന്റെ ആദ്യത്തെ അക്ഷരം I ആയിരിക്കും. അതുപോലെ ഇനി ഓരോ ടേമിന്റെ രണ്ടാമത്തെ അക്ഷരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. X, V, T, അതായത് റിവേഴ്സ് ആണ് പോകുന്നത്. ഓക്കെ, X-ന് തൊട്ട് മുന്നെയാണ് W വരുന്നത്, അത് ഒഴിവാക്കിയിട്ട് അതിന് തൊട്ട് മുന്നുള്ള V എടുത്തു. ഓക്കെ, V-ന് തൊട്ട് മുന്നെയാണ് U വരുന്നത്, ആ U-നെ ഒഴിവാക്കിയിട്ട് T ആണ് എടുത്തത്. അപ്പൊ T-ന്റെ തൊട്ട് മുന്നേ എന്താ? S ആണ്. അപ്പൊ S-നെ ഒഴിവാക്കിയിട്ട് അതിന് തൊട്ട് മുന്നുള്ള R ആണ് നമ്മളെ നാലാമത്തെ ടേമിന്റെ രണ്ടാമത്തെ അക്ഷരമായിട്ട് വരിക. ഓക്കെ, അതുപോലെ അടുത്ത ഓരോ ടേമിന്റെയും മൂന്നാമത്തെ അക്ഷരങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ നോക്കാം. B കഴിഞ്ഞിട്ട് C ഉണ്ട്, C-നെ ഒഴിവാക്കിയിട്ട് D എടുത്തു. D കഴിഞ്ഞിട്ട് E വരുന്നു, E-നെ നമ്മൾ ഒഴിവാക്കിയിട്ട് F ആണ് എടുക്കുന്നത്. അടുത്ത F കഴിഞ്ഞാൽ G ആണ് വരേണ്ടത്. G-നെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഏതാണ് എടുക്കേണ്ടത്? H. അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ കിട്ടി, I-യും R, H. അങ്ങനെ ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ് ഉത്തരം, IRH. 90. 7.5
പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ 22.36 പ്ലസ് 27.64 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മൈനസ് പിന്നെ 36.57 പ്ലസ് 3.43 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പിന്നെ പുറത്തുള്ള വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഉള്ളിലുള്ള ചെറിയ രണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള സമ്മ് ആദ്യം ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യത്തെ വരിയിൽ ഞാൻ ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴത്തെ നിങ്ങൾക്ക് കാണാം 22.36നെയും 27.66നെയും കൂട്ടിയപ്പോൾ 50 ഉത്തരം കിട്ടി. അതേപോലെ 36.57നെയും 3.4നെയും കൂട്ടിയപ്പോൾ 40 ഉത്തരം കിട്ടി. അത് ഞാൻ ആ ഒരു ചോദ്യത്തിൽ മാറ്റി എഴുതി. 7.5 ഇൻറ്റു ബ്രാക്കറ്റിൽ 50 മൈനസ് 40 എന്ന് എഴുതി. 50 മൈനസ് 40 10 അപ്പൊ 7.5 ഇൻറ്റു 10 എത്രയാണ്? ആ പോയിന്റ് പോകും, ബാക്കി അപ്പൊ 75 ഉത്തരമായിട്ട് കിട്ടും. ഓപ്ഷൻ സി 75. ഇനി 91ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. അപ്പൊ ബോഡ് മാസ് പ്രകാരം നമ്മൾ എന്താണ് ഡിവിഷൻ ആദ്യം ചെയ്യും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2ന് പകരം ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കുക. 1 എന്നാണ് ഞാൻ എഴുതിയത്. 2 ഡിവൈഡഡ് ബൈ 2 1 വരും, ആ 1 എഴുതി. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം താഴത്തോട്ടേക്ക് അതേപോലെ ഇറക്കി എഴുതി. 3 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 ഇൻറ്റു 1 3 വരും, അത് ഞാൻ എഴുതി. മൈനസ് 4 അതേപോലെ താഴത്തോട്ട് ഇറക്കി എഴുതി. പ്ലസ് 5 ഇൻറ്റു 2 എത്രയാണ്? 10, അതും താഴത്തോട്ടൊക്കെ ഇറക്കി എഴുതി. ഇനി നമുക്കറിയാം പ്ലസ് ആദ്യം ചെയ്യാം. 10ഉം 3ഉം 13 വരും, മൈനസ് 4 ഉണ്ട്. 13 4 പോയാൽ 9 ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ. ഇനി 92ാമത്തെ ചോദ്യം 2/7നോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7നോട് എന്തോ കൂട്ടണം. ആ കൂട്ടുന്നത് എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ അത് ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ആ എക്സ് ഞാൻ എഴുതി. ആദ്യത്തെ വരിയിൽ 2/7 പ്ലസ് എക്സ് ആണ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുന്നു. ഈക്വൽ ടു 1 എന്ന് എഴുതി. ഇനി ആ എക്സിനെ ഇടതുവശത്ത് വെച്ചിട്ട് 2/7 ഞാൻ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2/7 ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 ഇൻറ്റു 7 7 മൈനസ് 2 ഞാൻ ഛേദത്തിൽ എഴുതി. അംശത്തിൽ എഴുതി 7 മൈനസ് 2 എന്ന്. ഇനി ഛേദം 7 എന്ന് എഴുതി പൊതുവായിട്ട്. 7 മൈനസ് 2 എത്രയാണ്? 5. അപ്പൊ ഉത്തരം 5/7 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി 5/7. ഇനി 93ാമത്തെ ചോദ്യം റൂട്ട് ഓഫ് 0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025. ഇതിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 1 തന്നെയാണ്. അപ്പൊ ആദ്യം ഞാൻ 1 എഴുതും. പിന്നെ നമുക്കറിയാം ഒരു സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിന് ശേഷം 2 സ്ഥാനമാണെങ്കിൽ സ്ക്വയർ റൂട്ട് വരിക. സ്ക്വയർ റൂട്ടിന്റെ അകത്ത് ഒരു പോയിന്റിന് ശേഷം ഒരു സ്ഥാനം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 0.1 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി അതുപോലെ 0.0025നെ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 25ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അത് 5 എന്ന് എഴുതുക. ഓക്കെ, ഇനി പോയിന്റിന് ശേഷം എത്ര സ്ഥാനമാണ് ചോദ്യത്തിലുള്ളത്? 0025, 4 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരത്തിൽ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്ഥാനം വേണം? 2 സ്ഥാനമേ വരാൻ പാടുള്ളൂ. അപ്പൊ 5ന് തൊട്ട് മുന്നേ ഒരു 0 ഇട്ട് കൊടുക്കുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് പോയിന്റിന് ശേഷം 2 സ്ഥാനം 05. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ തമ്മിൽ? 0.1 ഇൻറ്റു 0.05. അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 1നെയും 5നെയും ആദ്യം ഗുണിക്കുക. അപ്പൊ 5 എന്ന് ഉത്തരം കിട്ടും. 5 അവിടെ എഴുതുക. ഇനി ഈ രണ്ടിലും കൂടി ആകെ എത്ര സ്ഥാനങ്ങൾ പോയിന്റിന് ശേഷം ഉണ്ടെന്ന് എണ്ണി നോക്കുക. പോയിന്റ് 1ന്റെ അകത്ത് ഒരു സ്ഥാനമാണ് പോയിന്റിന് ശേഷം ഉള്ളത്. അതുപോലെ 0.05ന്റെ അകത്ത് പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളാണ് ഉള്ളത്, അല്ലെ? 0യും 5ഉം. അപ്പൊ ടോട്ടല് 3 സ്ഥാനങ്ങളാണ് രണ്ടിലും കൂടി ഉള്ളത്. അപ്പം നമ്മൾ ഉത്തരത്തിൽ എങ്ങനെ എഴുതണം? പോയിന്റിന് ശേഷം 3 സ്ഥാനം വരുന്ന രീതിയിൽ എഴുതണം. അതായത് 0.005 എന്ന് എഴുതണം. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 94. 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഇത് ഞാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഈ 2 ഒറ്റസംഖ്യകൾ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇനി അതിന്റെ ഗുണനഫലം, അതായത് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ഇസിക്കൽ ടു 621 എന്ന് എഴുതി. അതുപോലെ 2 സംഖ്യകളുടെ തുക, ഈ 2 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 50 എന്നും എഴുതി. സോ ഇത് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്ന ഈ ഒറ്റസംഖ്യകളുടെ തൊട്ടടുത്തുള്ള സംഖ്യ. അപ്പൊ എക്സിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ അതിനോട് 2 കൂട്ടിയാൽ മതി, അല്ലെ? തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യ ചോദിക്കുന്നത്. അപ്പൊ അതിനോട് 2 കൂട്ടിയാൽ മതി. അപ്പൊ x+2 ആണ് എക്സിന്റെ തൊട്ടടുത്തുള്ള
ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ വൈന്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ ഏതാ? y പ്ലസ് 2 ആയിരിക്കും വരിക അല്ലെ. ഇനി വലതുവശത്തേക്ക് നോക്കാം. എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2 കിട്ടി. ഇനി ഇതിന്റെ ഗുണനഫലം എന്താണെന്നാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഞാൻ എഴുതി. ഇതൊന്ന് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? എക്സ് ഇൻറ്റു വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 എന്നാണ് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാൻ? ഈ എക്സ് വൈ പ്ലസ് 2നെ പുറത്തെടുക്കുക, എന്നിട്ട് എക്സ് പ്ലസ് വൈ എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഇടുക, പ്ലസ് 4 എന്ന് എഴുതി. ഇനി നമുക്കറിയാം എക്സ് വൈന്റെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് എക്സ് വൈ സീക്വൽ ടു 621. അത് ഞാൻ അവിടെ കൊടുത്തു. സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ 621 പ്ലസ് 2 ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എക്സ് പ്ലസ് വൈക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? അത് നമ്മൾ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 50 ആണെന്ന്. അപ്പൊ അതും ഞാൻ 50 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് 4 എഴുതി. അപ്പൊ നമുക്ക് അവസാനത്തെ വരിയിലേക്ക് നോക്കാം. 621 പ്ലസ് 2 ഇൻറ്റു 50 എത്ര? 100 പ്ലസ് 4, ഉത്തരം 725 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 95 122 ഇൻറ്റു 41 സീക്വൽ ടു 5002 ആയാൽ 1.22 ഇൻറ്റു 41 എത്ര? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 5002 അവിടെ എഴുതി വെക്കുക. ഇനി അതിന് എവിടെയാണ് പോയിന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ചോദ്യത്തിന്റെ അകത്ത് 1.22, അതായത് പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളാണുള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരത്തിന്റെ അകത്തും 2 സ്ഥാനങ്ങളാണ് കൊടുക്കേണ്ടത് പോയിന്റിന് ശേഷം. അപ്പൊ 50.02 പോയിന്റിന് ശേഷം 2 സ്ഥാനം വരുന്ന രീതിയിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പം ഉത്തരം സി 50.02 ആണ് ഉത്തരം. 96ാമത്തെ ചോദ്യം. 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ഒരു 5 സംഖ്യ, അതായത് ഒറ്റ സംഖ്യകളുടെ എണ്ണം, അതായത് 5 സംഖ്യ, 7 സംഖ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 11 സംഖ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, 5 സംഖ്യ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഡാഷ് ഇട്ട്, പിന്നെ മൂന്നാമത്തെ 51 എഴുതി, 4 ഡാഷ് ഇട്ട്, 5ാമത്തെ ഡാഷ് ഇട്ട്. ഓക്കെ, 5 സംഖ്യകളിൽ മൂന്നാമത്തെ സംഖ്യ എന്താണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അത് അതിന്റെ ശരാശരിയാണ്. അതായത് 51 ആയിരിക്കും മൂന്നാമത്തെ സംഖ്യ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 7 സംഖ്യകളുടെ ശരാശരിയാണ് 62 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 4ാമത്തെ സംഖ്യ എന്തായിരിക്കും? 62 ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെ 3ാമത്തെ സംഖ്യ 51 എന്ന് എഴുതി വെച്ച്, ശരാശരി എന്ന് പറഞ്ഞ വാല്യൂ ആണ് എഴുതി വെച്ചത്. ഇനി നമുക്കറിയാം ഇത് അടുത്തടുത്ത സംഖ്യകളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം 51 നടുക്ക് വരുമ്പം അതിന് തൊട്ടടുത്ത സംഖ്യ, തൊട്ട് മുന്നിലുള്ള സംഖ്യ 50 ആയിരിക്കും, അതിന്റെ തൊട്ട് മുന്നിലുള്ള സംഖ്യ 49 ആയിരിക്കും. അതുപോലെ 51ന്റെ തൊട്ടടുത്ത സംഖ്യ 52ഉം അതിന്റെ തൊട്ടടുത്ത സംഖ്യ 53ഉം ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 49 ആണ്. അപ്പൊ 49 ഉത്തരം വരും. ഇനി നിങ്ങൾക്ക് ഇത് ശരി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്ത് 4 സംഖ്യകളും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 51 തന്നെ വരും. അപ്പം ഓപ്ഷൻ എ 49 ആണ് ഉത്തരം. ഇനി 97. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ഏതാണ് ആദ്യം തുടങ്ങുന്നത്? അത് ഞാൻ T1 എന്ന് പറഞ്ഞിട്ട് 10,000 എന്ന് കൊടുത്തു. കാരണം 10,000 ആണ് ആദ്യത്തെ 5 അക്ക സംഖ്യ. ഓക്കെ, അതുപോലെ 5 അക്ക സംഖ്യ, അവസാനത്തെ 5 അക്ക സംഖ്യ ഏതാണ്? അത് ഞാൻ Tn എന്ന് കൊടുത്ത്, എന്നിട്ട് 99,999 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ 2 സംഖ്യകൾ, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ അതിന്റെ ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അങ്ങനത്തെ എത്ര 5 അക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിലൊരു ഇക്വേഷൻ ഉണ്ട്, ശ്രേണിന്റെ അകത്തുള്ളത് AP. നമ്മൾ AP എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണത്. സംഖ്യകളുടെ എണ്ണം ഈക്വൽ ടു അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ഡിവൈഡഡ് ബൈ ഓരോ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് 1. അപ്പൊ ഇവിടെ അവസാനത്തെ സംഖ്യ അറിയാം 99,999 മൈനസ് 10,000 ആദ്യത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് എത്രയാണ് ഓരോ സംഖ്യകൾ തമ്മിൽ? 1 അല്ലേ. 1 എന്ന് എഴുതുക, പ്ലസ് 1 എന്ന് എഴുതുക, ഇക്വേഷനിലുള്ള ആ 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 89,999 പ്ലസ് 1 എന്ന് വരും. അതായത് 90,000 സംഖ്യകൾ ഉണ്ട്. 5 അക്കമുള്ള 90,000 അക്കങ്ങളാണ് സംഖ്യകളാണ് ഉള്ളത്. അതായത് ഓപ്ഷൻ എ 90,000. ഇനി 98ാമത്തെ ചോദ്യം. -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്?
രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇവിടെ ഇത് പോസിറ്റീവ് സംഖ്യകളല്ല. പോസിറ്റീവ് സംഖ്യകൾ നമ്മൾ എഴുതുന്ന ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് സംഖ്യകളുടെ ആരോഹണ സംഖ്യ. ഓക്കെ, അത് ആദ്യം മനസ്സിൽ വേണം. പിന്നെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയണം. ചെറുതുനിന്ന് വലുതിലേക്കാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതുനിന്ന് ചെറുതിലേക്കും ആണെന്ന് മനസ്സിലാവണം. അത് മാറിപ്പോയാൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ചോദ്യം എഴുതി വെച്ച് ലെഫ്റ്റിൽ 1/-1/3 -2/9 -4/3. ഇനി അതിന് ഞാൻ തൽക്കാലത്തേക്ക് മൈനസ് ഒക്കെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഒക്കെ പോസിറ്റീവ് സംഖ്യ ആയിട്ട് എടുക്കുകയാണ്. 1/3, 2/9, 4/3. ഇനി ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ ഛേദം ഞാൻ ഒരുപോലെ ആക്കണം. അപ്പൊ അതിൽ ഏറ്റവും വലിയ സംഖ്യയായി 9 ആക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യത്തെ സംഖ്യന്റെ ഛേദം 9 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലെയും താഴെയും 3 കൊണ്ട് ഗുണിച്ചു. അപ്പം 1 × 3 / 3 × 3. പിന്നെ 2/9 അതുപോലെ തന്നെ മതി. താഴെ 9 ആണ്. ഇനി അടുത്ത 4/3 താഴത്ത് 9 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? മേലെയും താഴെയും 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വരിയിൽ അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. 3/9, 2/9, 12/9 എന്ന് വരും. ഇനി ഇതിന്റെ അകത്ത് ഈ മൂന്ന് സംഖ്യനെ നമ്മൾ എന്താക്കുക? എളുപ്പല്ലേ, ഇതിൽ ഏതാണ് വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കുക എളുപ്പല്ലേ. കാരണം നമ്മൾ 3, 2, 12 ഈ ഒരു മൂന്ന് സംഖ്യകളെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതാണ് ചെറുത് ഏതാണ് വലുത് എന്ന് നമുക്ക് പെട്ടെന്ന് കഴിയും. കാരണം 2നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും. അതാണ് വലതുവശത്ത് ഞാൻ ആദ്യം എഴുതി വെച്ചത് 2/9. പിന്നെ അടുത്ത വലിയ സംഖ്യ എന്ന് പറയുന്നത് 3/9 ആയിരിക്കും. 2നെ 9 കൊണ്ട് ഹരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി വലിയ സംഖ്യ ആയിരിക്കും 3നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുക. അതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ സംഖ്യ ആയിരിക്കും 12നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുക. ഇത് ആരോഹണ ക്രമത്തിലാണ് ഞാൻ വലതുവശത്ത് ആദ്യത്തെ വരിയിൽ എഴുതിയത്. ഇനി അതിന് തൊട്ട് താഴെ ഞാൻ എന്താ ചെയ്തത്? ഇതിനെ ഒക്കെ പഴയ ആ ചോദ്യത്തിലുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. 2/9 ചോദ്യത്തിൽ 2/9 തന്നെയായിരുന്നു, അതുപോലെ എഴുതി. ഇനി 3/9 നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? 1/3 എന്നാക്കി എഴുതാം. ചോദ്യത്തിലുള്ള അതേപോലെ അല്ലെങ്കിൽ 3നെ 9 കൊണ്ട് വെട്ടി 1/3 ആക്കി എഴുതാം. ഇനി 12/9 ഞാൻ പഴയ ചോദ്യത്തിലുള്ള അതേപോലെ ആക്കി എഴുതി 4/3. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനെ മൈനസ് കൊടുക്കണം. അതായത് മൈനസ് കൊടുക്കുമ്പോൾ നേരെ റിവേഴ്സ് ആവും. ഓക്കെ, നമ്മളിപ്പോ പോസിറ്റീവ് സംഖ്യ ആണെങ്കിലുള്ള ആരോഹണ ക്രമത്തിലാണ് എഴുതി വെച്ചത് 2/9, അതിന്റെ അടുത്ത വലുത് 1/3, അതിന്റെ അടുത്ത വലുത് 4/3. ഇനി ഇതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിവേഴ്സ് എഴുതിയാൽ മതി. അതിന്റെ ആരോഹണം മറ്റേ നെഗറ്റീവ് സംഖ്യയുടെ ആരോഹണ ക്രമമായി. അപ്പം ആദ്യം ഞാൻ -4/3 എഴുതി, പിന്നെ രണ്ടാമത് -1/3 എഴുതി, ഏറ്റവും ലാസ്റ്റ് -2/9 എഴുതി. ഇതാണ് ചെറുതുനിന്ന് വലുതിലേക്കുള്ള ആരോഹണ ക്രമം. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇനി 99ാമത്തെ ചോദ്യം, 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഓർത്ത് വെച്ചാൽ മതി. ഡിസ്കൗണ്ട് എത്ര എണ്ണമാണ് കൊടുക്കുന്നത്? 1 പേന, അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ആകെ എണ്ണം എന്ന് പറയുമ്പോൾ 3 പേന വാങ്ങിയതും പ്ലസ് എത്രയാണോ ഡിസ്കൗണ്ട് കൊടുത്തത് നമ്മൾ കൂട്ടിയിട്ട് ആകെ എണ്ണം എഴുതുക × 100 എന്ന് എഴുതുക. ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ ഡിസ്കൗണ്ടിന്റെ എണ്ണം 1 ആണ്, 1 എന്ന് എഴുതി അംശത്തില്, ഡിവൈഡഡ് ബൈ ഛേദത്തിൽ ആകെ എണ്ണം എത്രയാണ്? 3 പേന വാങ്ങിയതും പ്ലസ് ഒരു 1 ഡിസ്കൗണ്ട് കിട്ടിയതും. അങ്ങനെ 1 + 3 എഴുതി × 100. അപ്പൊ 1 + 3 എന്ന് പറയുമ്പോൾ 4. അപ്പൊ 1/4 × 100 ചെയ്യുമ്പോൾ നമുക്ക് 25% ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 100ാമത്തെ ചോദ്യം, 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 സെക്കൻഡ്, കാരണം 30ന്റെ മേലെ 2 വരട്ടുണ്ട്, അപ്പൊ അതിനർത്ഥം സെക്കൻഡ് എന്നാണ്. 30 സെക്കൻഡ്, അതുപോലെ 36 സെക്കൻഡ്, 48 സെക്കൻഡ് എന്ന സെക്കൻഡുകളിൽ മാറുന്നു. സെക്കൻഡുകൾ എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കണം. മേലെ 2 വരിയാണെങ്കിൽ സെക്കൻഡ്, 1 വരിയാണെങ്കിൽ മിനിറ്റ്. ഓക്കെ, ഇനി രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത് LCM ആണ് കാണേണ്ടത്. ഓക്കെ, ലസാഗു അല്ലെങ്കിൽ LCM ആണ് കാണേണ്ടത്. അപ്പം നമുക്കിവിടെ അറിയാം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ്, അത് ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി ഈ 3 ലസാഗു അല്ലെങ്കിൽ LCM ആണ് ഞാൻ കാണാൻ പോണത്. അപ്പൊ അത് ഞാൻ അവിടെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. 30, 36, 48. അപ്പൊ അതിന്റെ അകത്ത് പൊതുവായിട്ട് പോണത് 2 ആദ്യം വെച്ചിട്ട് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ 15, 18, 24 കിട്ടി. ഇനി അതിന്റെ അകത്ത് 3 പോകുന്നത് 3 ആണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 6, 8 എന്ന് കിട്ടും. പിന്നെ അതിന്റെ അകത്ത് 2, 6ലും 8ലും പോണ
ഒരു സംഖ്യയാണ് 2. അപ്പൊ അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 5ന്റെ അകത്ത് 2 പോയില്ല, അതുകൊണ്ട് 5 ഇറക്കി എഴുതി. പിന്നെ 6ന്റെ അകത്ത് 3ഉം 8ന്റെ അകത്ത് 4 പ്രാവശ്യവും പോകും. ഓക്കെ, അപ്പൊ നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതെല്ലാം കൂടി പുറത്തുള്ള എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കണം. 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പൊ നമുക്ക് 720 എന്താണ് കിട്ടുന്നത്? 720 സെക്കൻഡ് ആണ് ഇതിന്റെ ലസാഗു അല്ലെങ്കിൽ LCM ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം എന്താണ് ഓപ്ഷനിലില്ല അല്ലെ, എല്ലാം മിനിറ്റിലാണ് പറയുന്നത്. നമുക്ക് കിട്ടിയ ഉത്തരമാണെങ്കിലും സെക്കൻഡിലാണ്. അപ്പൊ നമ്മൾ അതിനെ മിനിറ്റിലേക്ക് മാറ്റി നോക്കണം. അപ്പം സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 720/60 ചെയ്യുമ്പോൾ ഉത്തരം 12 മിനിറ്റ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി, 12 മിനിറ്റിന് ശേഷമാണ് എന്താണ് ഈ സിഗ്നൽ ഒരുമിച്ച് മാറുന്നത്, 7 മണിക്ക് ശേഷം. താങ്ക് യു.